മോർണിംഗ്. എൻ്റെ അടുത്ത ക്യാമ്പ് ഡയറി സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ തന്നെ എണീറ്റു. പുട്ടും കടലക്കറിയായിരുന്നു ഇന്നത്തെ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ്. ഇതാണ് ഞങ്ങളുടെ സ്നേഹ മിസ്. അത് കഴിഞ്ഞിട്ട് രാവിലത്തെ സെഷന് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലായിരുന്നു ഞങ്ങളെല്ലാവരും. അതിനിടയ്ക്ക് ഒന്ന് സെൽഫിയൊക്കെ എടുത്ത് പോവാൻ ചില്ല് ചെയ്തിട്ട് ക്ലാസ്സിലിരിക്കാമെന്നൊക്കെ വിചാരിച്ചു. അതിൻ്റെ തത്രപ്പാടിലാണ് ഈ കാണുന്നത്. ഇതാണ് എൻ്റെ ഫ്രണ്ട്സ്. നമ്മളിപ്പോ പായസം കുടിക്കാൻ പോവുകയാണ്. ഇപ്പൊ എങ്ങോട്ടാ പോകുന്നത്? നമ്മൾ വന്നാരെതിരെ ഇന്നും ചായ, ഇന്നാണ് ഒരു പായസം കിട്ടുന്നത്. പായസം ഉണ്ട്, ഹലുവ ഉണ്ട്, പിന്നെ വേറെന്തൊക്കെയാണ്? ഞാൻ ക്യാച്ച് ചെയ്യേണ്ടിയോ? വാസില. ഈ വാസിലതിന് പ്രത്യേകത എന്താ? ഏത് വീഡിയോ എടുക്കും വീഡിയോ ഫോട്ടോ വീഡിയോ പല പക്ഷേ ആ ഫോട്ടോ കിട്ടും. അതെല്ലാ ഫോട്ടോഗ്രാഫേഴ്സിനുള്ള പ്രത്യേകത. എപ്പോ ഫോട്ടോ എടുത്താലും അത് ഡിമാൻഡ് ഡിമാൻഡാണ്. ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഫോട്ടോ തരൂല. വേറൊരു സംഭവം ഉണ്ട്. കോളേജിൽ ഒരു വീഡിയോസും ഒരു ഫോട്ടോസിലും എന്റെ മുഖങ്ങളില്ല. അതാണ് ഹൈലൈറ്റ്. അതുകൊണ്ട് വിഷ്വൽസ് കിട്ടിയാൽ പോലും ഓളെ ഇതോളം ഉൾപ്പെടുത്താറില്ല. അതെ, ഓക്കെ. അവിടെ കുപ്പി ഗ്ലാസ് ഉണ്ടാവും. പറയാനുള്ളത് ഇന്നത്തെ പായസത്തെ ദിവസത്തിനെ കുറിച്ച് പറയാൻ വാക്കുകളില്ല. മധുരമുള്ള നിമിഷം നിറച്ചാണ്ട് പറയൂ. സന്തോഷമാണോ? ഇന്ന് സന്തോഷത്തിന്റെ പ്രതീകമായിട്ടുള്ള പായസമാണ് നമുക്കുള്ളത്. ടേസ്റ്റ് എങ്ങനെയുണ്ട്? വലിയ ക്ലാസ്സാണല്ലോ. വലിയ ക്ലാസ് എങ്ങനെയുണ്ട് പായസം? എങ്ങനെയുണ്ട് പായസം? നല്ല മധുരം കുറവായിട്ട് കുടിക്കാൻ സുഖമുണ്ട്. എന്താ മീഡിയം മധുരമായിട്ട് കുടിക്കാൻ സുഖമുണ്ട്. നല്ല വെള്ള കളറുള്ള ഇല്ല ഗായ്സ്, ഇതിന് സൗണ്ട് ഇല്ല. നമ്മൾ അടുത്തേക്ക് പോകണം. വെള്ള കളറുള്ള പായസമായിരുന്നു. ഓക്കെ, പായസം എങ്ങനെയുണ്ട് മാളു? നല്ല ടേസ്റ്റ്. ഇതാണ് നമ്മുടെ മലര്. എങ്ങനെയുണ്ട് നമ്മുടെ? ഇതാണ് നമ്മുടെ മുനിസിപ്പാലിറ്റി, സോറി എന്തായാലും പറയാം, കൗൺസിലർ. എങ്ങനെയുണ്ട് കൗൺസിലർ? അടിപൊളി പായസം, നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് വോട്ട് ചെയ്യണമെന്ന് എല്ലാവരും എനിക്ക് എന്നെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചാൽ ഞാൻ എല്ലാവർക്കും ഓരോ ഗ്ലാസ് പായസം ഞാൻ തരുന്നതായിരിക്കും. ഓക്കെ, ഇതെല്ലാവരും നോട്ട് ചെയ്ത് വെക്കാം. എങ്ങനെയുണ്ട് പായസം? പറയും. ഹലോ, ഹായ് ഗൈസ്. എന്താ ഗ്ലോ ഉണ്ടോ പായസത്തിൻ്റെ? പറയൂ ഗൗതം, പറയൂ. എന്താ പറയാനുള്ള ഈ നിമിഷത്തിൽ, പായസം കുടിക്കാൻ പോകുന്ന നിമിഷത്തിൽ? നല്ല അഭിമാനമേറിയ നിമിഷമാണ്. ആണല്ലേ? ഓക്കെ, പറയൂ. അശ്വിന് എന്താ പറയാനുള്ളത്? ഇന്ന് പായസം നല്ല പായസം, നല്ല പായസം, നല്ല ടേസ്റ്റ്. അതിനെ കുടിച്ചില്ലല്ലോ? കുടിച്ചിട്ടുണ്ട്. ഞങ്ങൾ നാലാളോടെ എടുക്കണേ. നിങ്ങൾ നാലാൾ പായസം യൂട്യൂബ് ചാനലുണ്ട്. യൂട്യൂബ് ചാനലുണ്ടോ? എല്ലാം ഉണ്ട്. എല്ലാവരും പായസം നോക്കി. സാധാരണ പാല് സാധാരണ ഇതിൽ പാല് മാറാതെ വെള്ളം മാറില്ലാണ്. ആളെ എന്റെ വീഡിയോ വരില്ലട്ടോ, പറഞ്ഞില്ല. എന്താ എനിക്കേ ചോറുണ്ടാണ്. എന്താ ഫുഡെന്ന് പറയുന്നത്? പയറും ചോറും. ശ്യാം ചപ്പാത്തി തിന്നോണ്ടിരിക്കുകയാണ്. ഈ ചോറ ചപ്പാത്തി ചോറ് ചപ്പാത്തി ഒരു ചോറ് ചപ്പാത്തി കഴിഞ്ഞു പോവാനിരിക്കാം. തിന്നാനായി ജനിച്ചവൾ, ജീവിക്കാൻ വേണ്ടി കഴിക്കുന്നവരല്ല, കഴിക്കാൻ വേണ്ടി ജീവിക്കുന്നവർ. രണ്ടും ലഡുണ്ട്. ഞാൻ രണ്ട് ലഡു. ഒന്ന് രണ്ട് ലഡു ഇനി എവിടെയാണ് കാണിച്ചെടുക്കണേ?
ഹലോ ഗായ്സ്, ഞങ്ങളങ്ങനെ മേലൊക്കെ കഴുകി വരികയാണ്. അങ്ങനെ ഇവിടെ നമുക്ക് കാണാം നമ്മളെ ടീച്ചേഴ്സും കുട്ടികളും തമ്മിൽ ലുഡോ കളിക്കുകയാണ്. അവിടെ ഇതാണ് ക്ലാസ് ടീച്ചർ. ഹായ് പറയൂ, ഹായ് പറയൂ. ആരാണ് ഇത്? യൂട്യൂബിൽ പ്രേക്ഷകരെ നിങ്ങളിത് കാണുക. പൊരിഞ്ഞ പോരാട്ടം പ്രിൻസിപ്പളും. സത്യം പറഞ്ഞാൽ ക്യാമ്പ് തുടങ്ങിയ ദിവസം മുതൽ ടീച്ചേഴ്സ് സ്റ്റുഡൻസ് എന്നുള്ള വേറിട്ട കാഴ്ചപ്പാടുകളൊന്നുമല്ല. എല്ലാവരും ഒരുപോലെയായിരുന്നു. ടീച്ചേഴ്സും സ്റ്റുഡൻസും എല്ലാവരും നല്ല ഫ്രണ്ട്സിനെ പോലെയായിരുന്നു. അതുകൊണ്ട് തന്നെ ക്യാമ്പ് അത്രയും എൻജോയ് ചെയ്തിട്ടായിരുന്നു ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ചുമർപത്രം തയ്യാറാക്കാൻ വേണ്ടി പോവുകയാണ് ബഷീർ ഖാന്റെ റൂമിലേക്ക്. സഫാരിന്റെ ചാനല്. അയ്യോ, അങ്ങനെ ഞാൻ ഇറങ്ങട്ടെ. അവര് പോയിട്ട് ചുമർപത്രിക തയ്ച്ചു. എന്താ ഗുഡ് നൈറ്റ് പറയൂ. സേ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ബിഗ് ബോസ് മൂവിയാണ്. സമയം രാത്രി 12 മണി. എവിടെ പറ്റിച്ചേ ഉറങ്ങാൻ പോവാന്ന് പറഞ്ഞിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ലായിരുന്നു. ഉറങ്ങാൻ കിടന്ന എന്നെ നന്ദനെ പിടിച്ച് വിളിച്ച് കൊണ്ടുവന്നിട്ട് അവിടെ അന്താക്ഷരി കളിക്കുന്നുണ്ട്. ഇനിയും കൂട്ടത്തിൽ പിടിച്ചു കൊണ്ടുപോയി അവിടെ ഇരുത്തി. എനിക്കാണ് വല്ല പാട്ട് അറിയണ്ടേ, ഒന്നും അറിയണ്ടേ, വെറുതെ അങ്ങോട്ട് ഒരു പാടുന്നതിൻ്റെ കൂടെ താണെന്നുള്ള അത്രയുള്ളൂ. ഒരു രസം. കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് ബോറടിച്ചു കേട്ടോ. ഉറക്കം വന്നിട്ട് എൻ്റെ പീക്ക് ലെവലായിരുന്നു. എനിക്ക് മനസ്സിലാകുന്നില്ല ഇവർ എങ്ങനെയാണ് ഉറങ്ങാതെ 3-4 മണി വരെ ഇങ്ങനെ ഇരിക്കുന്നത്. കുട്ടികളാണെങ്കിൽ പോട്ടെ, ടീച്ചേഴ്സും കുട്ടികളും ഒരുപോലെ ഉറക്കമൊഴിഞ്ഞ് പാട്ടും പാടി നല്ല ഹരത്തിലായിരുന്നു. പിന്നെ എനിക്ക് പണ്ടേ ഉറക്കമൊഴിയുന്ന പരിപാടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ വേഗം പോയി. ബൈ, ഗുഡ് നൈറ്റ്.